2025 ജൂൺ 15 മുതൽ ജൂൺ 21 വരെയുള്ള ആഴ്ചയിലെ നക്ഷത്രഫലങ്ങൾ കേൾക്കാം. പൊതുവായ ഫലങ്ങൾ മാത്രമാണെന്നും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്ഥാനവും ചലനങ്ങളും അനുസരിച്ച് ഓരോ നാളിനെയും എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് പരിശോധിച്ച് പൊതുവായ കാര്യങ്ങൾ വിവരിക്കുകയാണ്. അശ്വതി നക്ഷത്രം. ഈ ആഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും. മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സാമ്പത്തികമായിട്ട് ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പ്രണയബന്ധങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിച്ച് സംസാരിച്ചാൽ അവയെ മറികടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. പുതിയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ ഗുണകരമാകും. സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളായിരിക്കും. ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട്. ധൂർത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭക്ഷണകാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങത്തില്ല. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പ്രണയബന്ധങ്ങളിൽ ആശയവിനിമയത്തിലെ പിഴവുകൾ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായി വരും. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമൂഹിക കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കണം. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും. അത് വിജയകരമായി പൂർത്തിയാക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. സാമ്പത്തികമായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച. ആരോഗ്യപരമായി ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. യാത്രകൾക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. ഫലപ്രദമായ യാത്രകളായിരിക്കും. സാമൂഹികമായിട്ടുള്ള അംഗീകാരം ലഭിക്കാനും കാർത്തിക നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. അടുത്തതായി രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികളൊക്കെ നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ രോഹിണി നക്ഷത്രക്കാർ നേരിടേണ്ടി വന്നേക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. രോഹിണി നക്ഷത്രക്കാർ അനാവശ്യമായ ധൃതി ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും രോഹിണി നക്ഷത്രക്കാർ ഈ ഒരാഴ്ച ഒഴിവാക്കേണ്ടതാണ്. അനാവശ്യമായ ചിലവുകൾ രോഹിണി നക്ഷത്രക്കാർ നിയന്ത്രിക്കുക. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കണം. ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാർ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിച്ച് സംസാരിച്ചാൽ അവയെ പരിഹരിക്കാൻ സാധിക്കും. ദാമ്പത്യബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും
സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ വഴി അവയെ മറികടക്കാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. രോഹിണി നക്ഷത്രക്കാർ കൂട്ടുകാരുമായുള്ള ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. ഈ ഒരാഴ്ച യാത്രകൾക്ക് സാധ്യതയുണ്ട്, പക്ഷേ ഗുണകരമാകണമെന്നില്ല. അടുത്തത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് മകയിരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. ആരോഗ്യപരമായി ഈ ആഴ്ച മകയിരം നക്ഷത്രക്കാർക്ക് മികച്ചതായിരിക്കും. ഊർജ്ജസ്വലരായിട്ട് കാണപ്പെടും. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. മകയിരം നക്ഷത്രക്കാരുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പ്രണയിതാക്കൾക്ക് ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. മകയിരം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്, ഗുണകരമാകും. സാമൂഹികമായിട്ടുള്ള അംഗീകാരവും മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച ലഭിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ തിരുവാതിര നക്ഷത്രക്കാർ ഒഴിവാക്കണം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾക്ക് സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ ധൂർത്ത് ഒഴിവാക്കണം. ആരോഗ്യപരമായി ഈ ആഴ്ച തിരുവാതിര നക്ഷത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. തിരുവാതിര നക്ഷത്രക്കാർ കുടുംബജീവിതത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങില്ല. തിരുവാതിര നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. പ്രണയബന്ധങ്ങളിലും ആശയവിനിമയത്തിലെ പിഴവുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായി വരും. തിരുവാതിര നക്ഷത്രക്കാരുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. യാത്രകൾക്ക് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമൂഹിക കാര്യങ്ങളിലൊക്കെ തന്നെ അനാവശ്യ ഇടപെടലുകളും തിരുവാതിര നക്ഷത്രക്കാർ ഒഴിവാക്കുക. പുണർദം നക്ഷത്രമാണ് അടുത്തത്. പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ ആഴ്ച അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കും. പുണർദം നക്ഷത്രക്കാർ അവ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് പുണർദം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ പുണർദം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായി ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും പുണർദം നക്ഷത്രക്കാരിൽ കാണുന്നില്ല. എങ്കിലും ചില ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ പുണർദം നക്ഷത്രക്കാർക്ക് സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. പുണർദം നക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. യാത്രകൾക്ക് സാധ്യതയുണ്ട്, ഫലപ്രദമായിരിക്കും. സാമൂഹികമായിട്ടുള്ള അംഗീകാരമൊക്കെ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്രഫലങ്ങൾ ഉണ്ടായിരിക്കും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ക്ഷമയോടെയൊക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായ ധൃതി ഒഴിവാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ തന്നെ പരമാവധി പൂയം നക്ഷത്രക്കാർ ഒഴിവാക്കണം. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യപരമായിട്ട് പുണർദം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് ശ്രദ്ധയോടെ ക്ഷമയോടുകൂടിയൊക്കെ തന്നെ അത് ഇടപെട്ട് കഴിഞ്ഞാൽ അവയെ പരിഹരിക്കാൻ സാധിക്കും. ദാമ്പത്യ ബന്ധങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് കാണുന്നുണ്ട്. സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ വഴി അവയെ മറികടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരും. കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം. പൂയം നക്ഷത്രക്കാർക്ക് യാത്രകളൊക്കെ തന്നെ കാണുന്നുണ്ട്, ഗുണകരമാവണമെന്നില്ല. അടുത്തത് ആയില്യം നക്ഷത്രമാണ്.
ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണകരമായ പല അനുഭവങ്ങളുണ്ടാകും. കരിയറിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനൊക്കെ തന്നെ സാധ്യതയുണ്ട്. പ്രൊമോഷൻ്റെയൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഉയർച്ചകൾക്ക് അത്തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ളൊക്കെയുള്ള ഒരു മികച്ച സമീപനം, അഭിനന്ദനങ്ങളൊക്കെ ലഭിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിലവിലുള്ള ജോലികളിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായിട്ട് ആയില്യം നക്ഷത്രക്കാർക്ക് വരും. സാമ്പത്തികമായിട്ട് ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യകാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ നൽകുക. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാകും. ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പ്രണയബന്ധങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിച്ച് അവയെ മറികടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ അറിവുകൾ നേടാൻ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അവ ഗുണകരമാകും. സാമൂഹിക ബന്ധങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടും. ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദങ്ങളുണ്ടാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ തന്നെ താല്പര്യം വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച കാണുന്നത്. മകം, അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളായിരിക്കും. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം മകം നക്ഷത്രക്കാർ നിലനിർത്താൻ ശ്രമിക്കണം. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും മകം നക്ഷത്രക്കാർ ഈ ഒരാഴ്ച ഒഴിഞ്ഞു നിൽക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾ കാണുന്നുണ്ട്. ധൂർത്ത് ശ്രമിക്കുക. ആരോഗ്യപരമായിട്ട് മകം നക്ഷത്രക്കാർ ഈ ആഴ്ച ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ മകം നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങില്ല. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. പ്രണയബന്ധങ്ങളിൽ ആശയവിനിമയത്തിലെ പിഴവുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മകം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായി വരും. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമൂഹിക കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകളും മകം നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പൂരം നക്ഷത്രക്കാർക്ക് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ പൂരം നക്ഷത്രക്കാർ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഉള്ളത്. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും ചെറിയ ചില കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിലൊക്കെ തന്നെ മികച്ച വിജയം നേടാൻ സാധിക്കും. പൂരം നക്ഷത്രക്കാർക്കും യാത്രകളൊക്കെ തന്നെ കാണുന്നുണ്ട്. സാധ്യതകളുണ്ട്. ഫലപ്രദമാകും. സാമൂഹികമായിട്ടൊക്കെ തന്നെ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതയും പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാണുന്നുണ്ട്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചെറിയ ചില വെല്ലുവിളികളും നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകും. ഉത്രം നക്ഷത്രക്കാരുടെ തൊഴിൽ രംഗങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക. എടുത്തുചാട്ടമരുത്. അനാവശ്യമായിട്ടുള്ള ധൃതി ഉത്രം നക്ഷത്രക്കാർ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കടം കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ തന്നെ ഉത്രം നക്ഷത്രക്കാർ ഒഴിവാക്കുക. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച ഉത്രം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കണം. മാനസികമായ സമ്മർദ്ദം ഉത്രം നക്ഷത്രക്കാർ കുറയ്ക്കാൻ ശ്രമിക്കുക. ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഉത്രം നക്ഷത്രക്കാർ സംയമനം പാലിച്ച് സംസാരിച്ചാൽ അവയെ പരിഹരിക്കാൻ സാധിക്കും. ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ വഴി അവയെ മറികടക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉത്രം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഗുണകരമാവണമെന്ന് കാണുന്നില്ല. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഈ ആഴ്ച അത്തം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു. അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും.
നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മികച്ചതായിരിക്കും. ഊർജ്ജസ്വലരായി കാണപ്പെടും. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. അത്തം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും. അത്തം നക്ഷത്രക്കാരിൽ പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പ്രണയിതാക്കൾക്ക് ഒരുമിച്ച് കൂടാനുള്ള സമയം, ചിലവഴിക്കാനുള്ള സമയമൊക്കെ തന്നെ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക്, അത്തം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം കാണിക്കും. വായനാശീലം ഉണ്ടാകും അല്ലെങ്കിൽ തുടരും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് ഗുണകരമാകും. സമൂഹത്തിൽ നിന്നൊക്കെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് ഒരു അംഗീകാരം ലഭിക്കുന്ന സാഹചര്യവും കാണുന്നുണ്ട്. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളായിരിക്കും. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ചിത്തിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾ ഈ ഒരാഴ്ച കാണുന്നുണ്ട്. ധൂർത്ത് പരമാവധി ഒഴിവാക്കണം. ചിത്തിര നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാഡീ സംബന്ധമായ പ്രശ്നങ്ങളുടെ സാധ്യതകൾ കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങത്തില്ല. ചിത്തിര നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. പ്രണയബന്ധങ്ങളിലാണെങ്കിൽ ആശയവിനിമയത്തിലെ പിഴവുകൾ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായിട്ട് വരും. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം. യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമൂഹിക കാര്യങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ചിത്തിര നക്ഷത്രക്കാർ ഒഴിവാക്കണം. അടുത്തത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ചോതി നക്ഷത്രക്കാർ അത് വിജയകരമായിട്ട് എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. എങ്കിലും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യബന്ധം കൂടുതൽ ഊഷ്മളമാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ചോതി നക്ഷത്രക്കാർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ചോതി നക്ഷത്രക്കാരുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഫലപ്രദമായിരിക്കാൻ സാധ്യതയുണ്ട്. സാമൂഹികമായിട്ടൊക്കെ തന്നെ ചോതി നക്ഷത്രക്കാർക്കും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികളും നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അനാവശ്യമായ ധൃതി ഒഴിവാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. വിശാഖ നക്ഷത്രക്കാർ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക ഈ ഒരാഴ്ച. അനാവശ്യ ചെലവുകൾ വിശാഖ നക്ഷത്രക്കാർ നിയന്ത്രിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കണം. ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ യോഗയൊക്കെ തന്നെ നല്ലതാണ്. പാട്ടുകളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. കുടുംബജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിച്ച് സംസാരിച്ച് അവയെ പരിഹരിക്കാൻ സാധിക്കും. ദാമ്പത്യ ബന്ധങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ അവയെ സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ വഴിയൊക്കെ തന്നെ മറികടക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശാഖ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഗുണകരമാകണമെന്നില്ല. അത്തരം യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആരോഗ്യം പൊതുവിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിശാഖം നക്ഷത്രക്കാർ ഈ ഒരാഴ്ച. അടുത്തത് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവിൽ നല്ല ഫലങ്ങളായിരിക്കും കാണുന്നത്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളൊക്കെ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു. അനിഴം നക്ഷത്രക്കാരുടെ കഴിവിനെ അംഗീകരിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ വരുമാന മാർഗ്ഗങ്ങൾ അനിഴം നക്ഷത്രക്കാർക്ക് തുറന്നു കിട്ടും. നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച മികച്ചതായിരിക്കും. ഊർജ്ജസ്വലരായി കാണപ്പെടും. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അനിഴം നക്ഷത്രക്കാരുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. അനിഴം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഒക്കെ ഉണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്.
വിദ്യാർത്ഥികൾക്ക് അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കും. യാത്രകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. ഗുണകരമായിരിക്കും. സാമൂഹികമായിട്ടുള്ള അംഗീകാരമൊക്കെ തന്നെ അനിഴം നക്ഷത്രക്കാർക്ക് ലഭിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളായിരിക്കും. തൊഴിൽ രംഗത്തൊക്കെ തന്നെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കണം. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾക്ക് സാധ്യതയുണ്ട്. ധൂർത്ത് ഒഴിവാക്കണം. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങില്ല. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. പ്രണയബന്ധങ്ങളിൽ ആശയവിനിമയത്തിലെ പിഴവുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായിട്ട് വരും. കൂട്ടുകെട്ടുകളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. തൃക്കേട്ട നക്ഷത്രക്കാരുടെ യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമൂഹിക കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും തൃക്കേട്ട നക്ഷത്രക്കാർ ഒഴിവാക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. മൂലം നക്ഷത്രക്കാർ അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് മൂലം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് മൂലം നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായിട്ടും ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. മൂലം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ബന്ധത്തിന് കൂടുതൽ ഊഷ്മളമാകും. വിദ്യാർത്ഥികൾ മൂലം നക്ഷത്രക്കാരിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കാണുന്നുണ്ട്. യാത്രകൾക്ക് സാധ്യതയുണ്ട്. മൂലം നക്ഷത്രക്കാർക്ക് ഫലപ്രദമായിരിക്കും. സമൂഹത്തിലൊക്കെ തന്നെ മികച്ച അംഗീകാരമൊക്കെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികളും നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പൂരാട നക്ഷത്രക്കാർ. പൂരാട നക്ഷത്രക്കാർ അനാവശ്യമായ ധൃതി ഒഴിവാക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക. പൂരാട നക്ഷത്രക്കാരുടെ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച അല്പം ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറയ്ക്കുക. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനം പാലിക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ കാണുന്നുണ്ട്. അവ ശ്രദ്ധിക്കുക. പൂരാട നക്ഷത്രക്കാരിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. ചെറിയ യാത്രകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഗുണകരമാകണമെന്നില്ല. യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുക പരമാവധി. അല്ലെങ്കിൽ ശ്രദ്ധയോടെയൊക്കെ തന്നെ യാത്രകൾ പൂരാട നക്ഷത്രക്കാരെ നടത്തുക. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. കഴിവിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെയൊക്കെ തന്നെ ഓഫീസുകളിൽ, ജോലി സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും. സാമ്പത്തികമായിട്ട് ഉത്രാടം നക്ഷത്രക്കാർ ഈ ആഴ്ച അനുകൂലമാണ്. പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഉത്രാടം നക്ഷത്രക്കാർക്ക് തുറന്നു കിട്ടും. നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച ഉത്രാടം നക്ഷത്രക്കാർക്ക് മികച്ചതാണ്. ഊർജ്ജസ്വലരായിട്ട് കാണപ്പെടും. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവ അവഗണിക്കരുത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ദൃഢമായ ബന്ധങ്ങളുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഉത്രാട നക്ഷത്രക്കായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പുതിയ വിഷയങ്ങളൊക്കെ തന്നെ പഠിക്കാൻ താല്പര്യം കാണിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. ഉത്രാട നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഗുണകരമായിരിക്കും. സമൂഹത്തിൽ നിന്നൊക്കെ തന്നെ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാണുന്നുണ്ട്. അടുത്തത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച മിശ്ര ഫലങ്ങൾ കാണുന്നു. തൊഴിൽ രംഗത്തൊക്കെ തന്നെ ചില ചെറിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. തൊഴിൽ രംഗത്ത് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ തിരുവോണം നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾ വരുന്നുണ്ട്. ധൂർത്തൊഴിവാക്കണം. ആരോഗ്യപരമായിട്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാഡീ സംബന്ധമായ പ്രശ്നങ്ങളാണ് കാണുന്നത്. ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തിരുവോണ നക്ഷത്രക്കാരിൽ നീങ്ങില്ല. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. തിരുവോണ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായിട്ട് വരും. കൂട്ടുകെട്ടുകളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. തിരുവോണ നക്ഷത്രക്കാരുടെ യാത്രകൾ അവ പരമാവധി ഒഴിവാക്കുന്ന നന്നായിരിക്കും. യാത്രകൾ ജാഗ്രതയോടെ നടത്തുക.
തിരുവോണ നക്ഷത്രക്കാർക്ക് സാമൂഹിക കാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകളൊക്കെ തന്നെ ഒഴിവാക്കാനും ശ്രമിക്കണം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവിൽ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ അവിട്ടം നക്ഷത്രക്കാർ ഏറ്റെടുക്കേണ്ടി വരും. അത് വിജയകരമായിട്ട് നടപ്പിലാക്കും. അവിട്ടം നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ട് ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അവിട്ട നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച അവിട്ട നക്ഷത്രത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധ നൽകുന്നത് നല്ലതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അവിട്ട നക്ഷത്രത്തിന്. പുതിയ പ്രണയബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അവിട്ട നക്ഷത്രക്കാർക്ക് യാത്രകളൊക്കെ കാണുന്നുണ്ട്, ഫലപ്രദമായിരിക്കും. സമൂഹത്തിലൊക്കെ തന്നെ പൊതുവിൽ നല്ലൊരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു അംഗീകാരമൊക്കെ തന്നെ ഈ ഒരാഴ്ച അവിട്ട നക്ഷത്രക്കാർക്ക് ലഭിക്കും. ചതയം നക്ഷത്രമാണ് അടുത്തത്. ചതയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വെല്ലുവിളികൾ നേട്ടങ്ങളും ഒരുപോലെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ജോലി സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധയോടെ ജാഗ്രതയോടെ പെരുമാറുക. സഹപ്രവർത്തകരുമായിട്ട് ക്ഷമയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുക. അനാവശ്യമായിട്ടുള്ള വഴക്കുകളിലേക്കൊന്നും പോകരുത്. ചതയ നക്ഷത്രക്കാർ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. അനാവശ്യമായ ധൃതി ചതയ നക്ഷത്രക്കാർ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചതയ നക്ഷത്രക്കാർ കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കണം. അനാവശ്യമായ ചിലവുകൾ ചതയ നക്ഷത്രക്കാർ ഈ ഒരാഴ്ച നിയന്ത്രിക്കുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ വേണം. മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് കുറയ്ക്കുക. കുടുംബജീവിതത്തിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സംയമനമൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ അവയെ പരിഹരിക്കാൻ സാധിക്കും. ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളാണ് കാണുന്നത്, അവയെ മറികടക്കാൻ സഹായിക്കും. സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ ഇവിടെയും കുടുംബത്തിൽ പങ്കാളിയുമായിട്ടുണ്ടാകണം. പ്രണയബന്ധങ്ങളുണ്ടെങ്കിൽ അവയിലൊക്കെ തന്നെ ചതയ നക്ഷത്രക്കാരിലേക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചതയ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരും. അവിടെയും ചതയ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. യാത്രകൾക്ക് സാധ്യതയുണ്ട്. ചതയ നക്ഷത്രക്കാർക്ക് ഗുണകരമാവണമെന്നില്ല. പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടൊരാഴ്ചയാണ് ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാണുന്നത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവിൽ നല്ല ഫലങ്ങളാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ അഭിനന്ദനമോ അല്ലെങ്കിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഒക്കെ തന്നെ കാണുന്നുണ്ട്. കഴിവിനെ അംഗീകരിക്കുന്നൊരു സാഹചര്യം പൊതുവിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് അനുകൂലമായ ഒരാഴ്ചയാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ളത്. പുതിയ വരുമാന മാർഗ്ഗങ്ങളൊക്കെ തുറന്നു കിട്ടും. നിക്ഷേപങ്ങൾക്കൊക്കെ തന്നെ നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മികച്ചതാണ്. ഊർജ്ജസ്വലരായിട്ട് കാണപ്പെടും. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകും. ബന്ധങ്ങളൊക്കെ തന്നെ കൂടുതൽ ദൃഢമാകുന്നതാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഒക്കെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. പ്രണയിതാക്കൾക്ക് ഒരുമിച്ച് കൂടുതൽ സമയമൊക്കെ തന്നെ ചിലവഴിക്കാൻ സാധിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യം കാണിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. യാത്രകൾ ജാഗ്രതയോടെ നടത്തുക. ഗുണകരമാക്കണമെന്നില്ല. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സമൂഹത്തിലൊക്കെ തന്നെ അംഗീകാരം ഈ ഒരാഴ്ച കാണുന്നുണ്ട്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. തൊഴിൽ രംഗത്തൊക്കെ തന്നെ ചില വെല്ലുവിളികളൊക്കെ തന്നെ നേരിടേണ്ടി വന്നേക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉത്രട്ടാതി നക്ഷത്രക്കാർ അനാവശ്യമായ തർക്കങ്ങൾ ജോലി സ്ഥലങ്ങളിൽ വീടുകളിലൊക്കെ തന്നെ ഒഴിവാക്കുക. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ചിന്തിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് എടുത്തു ചാടിയുള്ള സംഭാഷണം ഒഴിവാക്കണം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധയും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനിവാര്യമാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾക്ക് സാധ്യതകൾ കാണുന്നുണ്ട്, ധൂർത്ത് ഒഴിവാക്കണം. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷേ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങത്തില്ല. ദാമ്പത്യ ബന്ധങ്ങളിൽ ജീവിതത്തിലെ കൂടുതൽ ശ്രദ്ധ ഉത്രട്ടാതി നക്ഷത്രക്കാർ നൽകണം. പ്രണയബന്ധങ്ങളിൽ ആശയവിനിമയത്തിൻ്റെ പിഴവുകളൊക്കെ തന്നെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായി വരും. ഉത്രട്ടാതി നക്ഷത്രക്കാരുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കൂട്ടുകെട്ടുകളൊക്കെ തന്നെ ശ്രദ്ധിക്കണം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് യാത്രകൾ പരമാവധി ദീർഘദൂര യാത്രകളൊക്കെ തന്നെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പൊതുകാര്യങ്ങളിൽ സാമൂഹിക കാര്യങ്ങളിലൊക്കെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഒഴിവാക്കാൻ ശ്രമിക്കണം.
അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ രേവതി നക്ഷത്രക്കാർ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. അവരിൽ വന്നു ചേരും. അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് രേവതി നക്ഷത്രക്കാർക്ക്. ആരോഗ്യപരമായിട്ട് ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ നൽകുന്നത് രേവതി നക്ഷത്രക്കാർക്ക് നല്ലതാണ്. രേവതി നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. രേവതി നക്ഷത്രക്കാരിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനമൊക്കെ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. രേവതി നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഫലപ്രദമായ യാത്രകളായിരിക്കും. സമൂഹത്തിലൊക്കെ തന്നെ അംഗീകാരങ്ങളൊക്കെ തന്നെ ലഭിക്കാനും രേവതി നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ഇത്രയും നേരം ഇവിടെ പരാമർശിച്ചത് നാളുകളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. ഈ ഒരാഴ്ച, അതായത് വരുന്ന ആഴ്ച 15-ാം തീയതി മുതലുള്ള ജൂൺ മാസം 15-ാം തീയതി മുതൽ 21 വരെയുള്ള ഫലമാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചത്. വ്യക്തിഗതമായിട്ട് ജാതകവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ദശാപഹാരങ്ങളും ഒക്കെ തന്നെ അനുസരിച്ച് ഫലങ്ങളിലൊക്കെ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏവർക്കും നല്ലൊരാഴ്ച ആയുരാരോഗ്യ സംബന്ധമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ മികച്ച ഒരാഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരാഴ്ച എല്ലാവർക്കും ശുഭകരമാകട്ടെ. നന്ദി, നമസ്കാരം.